എല്ലാ പ്ലാൻ ഫണ്ടും അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും റോഡ് വർക്കുകളുടെ ആയാലും ഓടയുടെ ആയാലും ബിൽഡിങ്ങുകളുടെ ആയാലും എല്ലാത്തിൻ്റെയും ടെൻഡർ ഒരു 90% വരെ പൂർത്തീകരിച്ചിട്ടാണ് ഈ കൗൺസിൽ ഇന്ന് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. അപ്പൊ അത്രമാത്രം ഒരു പുതിയ കൗൺസിലറിന് വന്നിട്ട് തൻ്റെ വാർഡിലെ വർക്ക് ടെൻഡർ ചെയ്ത വർക്കൊന്ന് എടുത്തത് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ഉള്ള. നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ കൃത്യനിർവഹണം ഓരോ കൗൺസിലർമാരും അതിനകത്ത് 55 കൗൺസിലർമാരും വേണ്ട വിധത്തിൽ ഇടപെട്ടുകൊണ്ടാണ് തൻ്റെ വാർഡിലെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതിന് ഇടപെടലുകൾ നടത്തുകയും ഒരു ഭരണസമിതി എന്ന നിലയിൽ വളരെ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരെ എല്ലാവരും എഞ്ചിനീയറിംഗ് വിഭാഗം, കോർപ്പറേഷന്റെ സെക്രട്ടറി, റവന്യൂ എല്ലാവരും കൂടെ ഏകോപിപ്പിച്ചുള്ള ഒരു നല്ല പ്രവർത്തനമായിരുന്നു ഒരു 5 വർഷക്കാലം ഇവിടെ നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലമായിരുന്നു ഈ 5 വർഷക്കാലം. നമുക്ക് ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ വീട് മെയിൻ്റനൻസ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ എഗ്രിമെന്റുകൾ ഓരോ വ്യക്തിയും വെച്ച് കഴിഞ്ഞു. ഇവിടെ സാധാരണഗതിയിൽ 25-26 അവസാന ഘട്ടമാകുമ്പോൾ അതിൻ്റെ DPCയുടെ അനുമതിയൊക്കെ ലഭിച്ചു വരുന്നൊരു കാലതാമസവും നമ്മുടെ ഫോമുകൾ പ്രിന്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണ് ഈ കാലം. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ കൗൺസിൽ ഏറ്റവും ആദ്യം തന്നെ DPC അംഗീകരിച്ച മുറയ്ക്ക് തന്നെ ഫോമുകളെല്ലാം പ്രിന്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്തു. ജനങ്ങളുടെ അത് തിരിച്ചു വാങ്ങി ഡിവിഷൻ കമ്മിറ്റികൾ കൂടി കൗൺസിൽ ലിസ്റ്റ് പൂർണ്ണമായ ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് ഇറങ്ങുന്നതിന് നിലവിലുള്ള കൗൺസിലർമാർ അടുത്ത കൗൺസിലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ കൗൺസിൽ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു 50% പേര് മെയിൻ്റനൻസിൻ്റെയൊക്കെ 50%-ഓളം വ്യക്തിഗത ഗുണഭോക്താക്കൾ അവരുടെ എഗ്രിമെന്റ് വെച്ച് ആദ്യ ഗഡു തുക വാങ്ങിക്കഴിഞ്ഞു. അപ്പൊ അത്രയും വളരെ ഡൈനാമിക് ആയിട്ടാണ് ഓരോ ജനപ്രതിനിധികളും ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. കട്ടില് ഞങ്ങൾ